ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു ക്വിക്ക് റിവിഷൻ മോഡൽ വീഡിയോ ആണ്. നമ്മുടെ കൺസ്യൂമർ അവയർനെസ്സിൻ്റെ പ്രൊട്ടക്ഷനിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ കേട്ടോ. അപ്പോൾ ഓരോ സെക്ഷനിലും നിങ്ങൾക്ക് ചോദിക്കാവുന്ന എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു വീഡിയോ ഒന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വീഡിയോയ്ക്ക് കിടക്കാം. നമ്മൾ സെക്ഷൻ എ, അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അനുസരിച്ചിട്ട് സെക്ഷൻ എ നമുക്കറിയാമല്ലോ, നമ്മൾ MDC കൺസ്യൂമർ അവയർനെസ് ആൻഡ് പ്രൊട്ടക്ഷന് 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ബാക്കിയുള്ള പേപ്പേഴ്സൊക്കെ നിങ്ങൾക്ക് 70 മാർക്കാണ്, ഇത് മാത്രമാണ് 50 മാർക്ക് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഡിഫൈൻ ദ കോൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ അവയർനെസ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ, അല്ല ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ കൺസ്യൂമർ ആരാണെന്ന് നിങ്ങൾ അറിയണം കേട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലാസ്സിലത്തെ ക്വസ്റ്റ്യനും ആൻസേഴ്സൊക്കെ ഒരു പെന്നും പേപ്പറും എടുത്തിരിക്കുക, എല്ലാതും നോട്ട് ചെയ്തിട്ട് എഴുതി പോവുക കേട്ടില്ലേ. അപ്പോൾ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഈസ് എനി പേഴ്സൺ ഹു ബൈ ഗുഡ്സ് ഓർ ഹയർ സർവീസസ് ഫോർ പേഴ്സണൽ യൂസ് നോട്ട് ഫോർ ദ റീസെയിൽ ഓഫ് കൊമേഴ്ഷ്യൽ പർപ്പസ്. ഒരു കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ആ പേഴ്സണ് ഗുഡ്സ് ബൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഹയർ ചെയ്യുന്നതൊക്കെ ആളുടെ പേഴ്സണൽ യൂസിനാണ് അല്ലേ. ആൾ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയാണ് വാങ്ങുന്നത്, അല്ലാതെ സ്വന്തമായിട്ട് ഇനിയിപ്പോൾ മറ്റുള്ളവർക്ക് വിൽക്കാനോ റീസെയിലിനോ അങ്ങനെ ഒന്നും ആയിരിക്കില്ല വാങ്ങുന്നത്. അണ്ടർ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരം എ കൺസ്യൂമർ ഈസ് വൺ ഹു പേയ്സ് ഓർ എഗ്രീസ് ടു പേ ഫോർ എനി ഗുഡ്സ് ഓർ സർവീസസ്. എന്ത് ചെയ്യുന്നുണ്ട്, ആൾ പണം കൊടുത്ത് അല്ലെങ്കിൽ അവിടെ ക്യാഷ് പേ ചെയ്തുകൊണ്ട് ഗുഡ്സോ സർവീസസോ അവെയിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ, ആ ഒരു പാർട്ടിന് നമ്മൾ പറയുന്ന പേരാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമുള്ള ഡെഫിനിഷനാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മീനിങ് അവിടെ പഠിച്ചു വയ്ക്കുക, കൺസ്യൂമർ ആരാന്നുള്ളത്. ഇനി എപ്പോഴും കുട്ടികൾക്ക് ഡൗട്ട് വരുന്ന ഒരു ഏരിയയാണ് കൺസ്യൂമറും കസ്റ്റമറും തമ്മിലുള്ള ഡിഫറൻസ്. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ കൺസ്യൂം ചെയ്യുന്ന വ്യക്തി, ദാറ്റ് ഈസ് എ യൂസർ ഓഫ് ദി ഗുഡ്സ്. ആൻഡ് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അവിടെ യൂസർ അല്ല, ആ ഒരു ഗുഡ്സ് വാങ്ങുന്ന വ്യക്തിയാണ്, അത് ഉപയോഗിക്കണമെന്നില്ല. ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ അവെയർനെസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണെന്ന്. അപ്പോൾ കൺസ്യൂമർ അവെയർനെസ്സിൻ്റെ അർത്ഥം എന്തായിരുന്നു? എഡ്യൂക്കേറ്റിംഗ് കൺസ്യൂമേഴ്സ് അബൌട്ട് ദെയർ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് so that they can make informed decisions and protect themselves against unfair trade practices, exploitation and defective goods or services. ഇതേപോലെ പഠിക്കണമെന്നില്ല, ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ ഭാഷയിൽ എഴുതാവുന്നതാണ്. അപ്പോൾ കൺസ്യൂമർ അവെയർനെസ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സിന് അവരുടെ റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റീസ് അതിനെക്കുറിച്ചിട്ട് ഇൻഫോർമേഷൻസ് ആക്കുക. എന്തെങ്കിലും അൺഫെയർ, അതായത് ന്യായമല്ലാത്ത കാര്യങ്ങൾ മാർക്കറ്റിൽ നടന്നാൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തൊക്കെ ഡിസിഷൻസ് എടുക്കണം, അത്തരം കാര്യങ്ങൾക്ക് എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, ഡിഫക്റ്റീവ് ട്രേഡ് പ്രാക്ടീസിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക, തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ കൺസ്യൂമർ അവെയർനെസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ വരുന്നത്. ഓക്കെ. ഇനി എക്സാം ചോദിക്കുന്ന വേറെ ക്വസ്റ്റ്യൻ ആണ്, മെൻഷൻ എനി 3 ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് റിലേറ്റഡ് വിത്ത് കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട 3 ഏജൻസികൾ ചോദിക്കും. അപ്പോൾ നോട്ട് ചെയ്യുക, നിങ്ങൾ 3 ഏജൻസീസ് മാത്രം എഴുതി വെക്കാണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതുക. കാരണം എല്ലാത്തിൻ്റെയും മെയിൻ ഒബ്ജക്റ്റീവ് എന്ത് തന്നെയാണ് വരുന്നത്? പ്രൊട്ടക്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി കൺസ്യൂമേഴ്സ്, പ്രൊവൈഡ് സേഫ് ഗാർഡ്, എക്സ്പ്ലോയിറ്റേഷൻ അഗെയിൻസ്റ്റ് അൺഫെയർ, അതായത് ഇറ്റ് അഗെയിൻസ്റ്റ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കോമൺ പോയിൻറ്റ്സുകളൊക്കെ നിങ്ങൾ എഴുതി വെക്കണം. അപ്പോൾ ഇവിടെ 3 എണ്ണം ഉള്ളത്, ഒന്ന് കൺസ്യൂമർ ഇൻ്റർനാഷണൽ, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ്, OECD ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു 3 ഓർഗനൈസേഷൻ എഴുതുക. ഞാൻ ഈ പറഞ്ഞ പോലത്തെ ചെറിയൊരു എക്സ്പ്ലനേഷൻസ് നിങ്ങൾ നോക്കി വയ്ക്കുക. ഇനി നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എക്സ്പ്ലെയിൻ ഷോർട്ട്ലി ദ കോൺസെപ്റ്റ് ഓഫ് എത്തിക്കൽ കൺസ്യൂമറിസം. എത്തിക്കൽ കൺസ്യൂമറിസത്തെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ്, നമ്മുടെ മൊഡ്യൂളിലെ ലാസ്റ്റ് പോർഷൻസ്. എത്തിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തിക്സിൻ്റെ അർത്ഥം എന്തായിരുന്നു? വാട്ട് ഈസ് ഗുഡ് ഓർ ബാഡ്, അല്ലെങ്കിൽ വാട്ട് ഈസ് റൈറ്റ് ഓർ റോങ്, തെറ്റേത് ശരിയേതല്ല, ന്യായമായ കാര്യങ്ങൾ, എത്തിക്സ് പറഞ്ഞാൽ ധാർമ്മികത, കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോയി നടത്തുന്ന ഒന്നാണ് നമ്മുടെ കൺസ്യൂമറിസത്തിൽ വരുന്നത്.
അപ്പോൾ എത്തിക്കൽ കൺസ്യൂമറിസം എന്ന് പറഞ്ഞാൽ ദ പ്രാക്ടീസ് ഓഫ് ബൈയിങ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ പ്രൊഡ്യൂസർ എത്തിക്കലി ന്യായമായിട്ടുള്ള രീതിയിൽ ധാർമ്മികമായിട്ട് നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രോഡക്റ്റുകൾ ബൈ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് എത്തിക്കൽ കൺസ്യൂമേഴ്സിൽ വരുന്നത്. അതായത് എക്സ്പ്ലോയിറ്റേഷൻ പാടില്ല, മനുഷ്യരുടെയോ അനിമൽസിനെയോ പ്രകൃതിയോ ചൂഷണം ചെയ്യാതെ നല്ല രീതിയിൽ പ്രകൃതി സൗഹാർദ്ദമായ രീതിയിൽ നല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസും പോളിസീസൊക്കെ വെച്ചിട്ട് പ്രോഡക്റ്റുകൾ ബൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ എത്തിക്കൽ കൺസ്യൂമറിസം എന്ന കോൺസെപ്റ്റ്. അവിടെ കൺസ്യൂമേഴ്സ് എപ്പോഴും പ്രിഫർ ചെയ്യുക ഫെയർ ട്രേഡ്, എക്കോ ഫ്രണ്ട്ലി ആൻഡ് ക്രൂഷ്ടി ഫ്രീ പ്രോഡക്ട്സ്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവരവിടെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് പോകേണ്ടത്. അതായത് നല്ല കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മുടെ കൺസ്യൂമറിസം എന്ന് പറയുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യനാണ്, വാട്ട് റോൾ ഡു NGOs പ്ലേ ഇൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ? അതായത് ആപ്ലിക്കേഷൻ ലെവൽ മോഡലിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക, ഒരിക്കലും ഡയറക്റ്റായിട്ട് ഡിഫൈൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എന്നൊന്നും പറഞ്ഞ ക്വസ്റ്റ്യൻസ് വരില്ല. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് അത്രയും ഹെൽപ്ഫുൾ ആവും. ഈ വീഡിയോസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എന്തായാലും ഷെയർ ചെയ്യണം. നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഈ ഒരു മോഡലാവാമെന്ന് ഒരുപാട് ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ കഴിഞ്ഞ് നിങ്ങളുടെ സെക്കൻഡ് ഇയേഴ്സിൻ്റെ തേർഡ് സെം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ആ ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. NGOസിൻ്റെ NGO എഡ്യൂക്കേറ്റ് കൺസ്യൂമേഴ്സ്, ക്രിയേറ്റ് അവെയർനെസ്, ഹെൽപ്പ് ഫയൽ കംപ്ലയൻസ്, കണ്ടക്ട് കൺസ്യൂമർ വെൽഫെയർ പ്രോഗ്രാംസ്. അതായത് NGOs എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അവെയർനെസ്സും അതേപോലെ തന്നെ കംപ്ലയിൻസുകളൊക്കെ ഉണ്ടെങ്കിലും കൺസ്യൂമേഴ്സിൻ്റെ വെൽഫെയർ ആക്ടിവിറ്റീസ് തുടങ്ങിയ കാര്യങ്ങൾ നടത്താനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇനി ഇവർ മെയിനായിട്ട് NGO പ്രിവെൻറ്റ് ചെയ്യുക അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻസിൻ്റെയും CPOസിൻ്റെ ഒക്കെ സെയിം തന്നെയാണ് നമ്മുടെ ഈ പറഞ്ഞ NGOs, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസുകളും മെയിനായിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സുപ്രീം കോർട്ടിൻ്റെ റോള്. മെൻഷൻ ദ റോൾ ഓഫ് സുപ്രീം കോർട്ട് ഇൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ സുപ്രീം കോർട്ടിൻ്റെ റോൾ എന്താണ് ചോദിക്കുന്നത്. ഓക്കെ, the Supreme Court protects consumers' rights through judicial interpretations, ensure enforcement of the Consumer Protection Act. ഇതേപോലെ തന്നെ ന്യായമായ കാര്യങ്ങൾ എൻഷുർ ചെയ്യാനും അതേപോലെ തന്നെ റൈറ്റ്സുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഫെയർനെസ്സിനെ എപ്പോഴും ഉയർത്തിക്കൊണ്ട് വരാനൊക്കെ, അതായത് കൺസ്യൂമേഴ്സിനെ എപ്പോഴും അവർ മുൻഗണന കൊടുത്തുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് സുപ്രീം കോർട്ടിൻ്റെ റോള്. കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ സുപ്രീം കോർട്ടിൻ്റെ റോളായിട്ട് പറയുന്നത്. ഒരുപാട് കോർട്ടുകളും ഗവൺമെൻറ് ബോഡീസ് എല്ലാം ഇതിൻ്റെ അണ്ടറിൽ വരും. കൺസ്യൂമേഴ്സിൻ്റെ കാര്യങ്ങളെ പ്രോപ്പറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് ഹെൽപ്പ് ചെയ്യുക, അതിനെ എൻഹാൻസ് ചെയ്യുക കാര്യങ്ങൾ, ഇതൊക്കെയാണ് മെയിനായിട്ട് സുപ്രീം കോർട്ടിൻ്റെ റോളായിട്ട് വരുന്നത്. ഓക്കെ, ഇനിയൊരു ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് ദ ലിമിറ്റേഷൻ പീരീഡ് സ്റ്റിപ്പുലേറ്റഡ് ഫോർ ലോഡ്ജിങ് കൺസ്യൂമർ കംപ്ലൈൻറ്റ്? ആ സ്റ്റിപ്പുലേറ്റ് അതായത് മെയിനായിട്ട് എത്ര പീരീഡാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരം സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് ലിമിറ്റേഷനായിട്ട് പറയുന്നത് 2 years ആണ് അവിടെ പറയുന്നത്. കേസ് എന്ന് സ്റ്റാർട്ട് ചെയ്തോ ആ ആക്ഷൻ അറൈസ് ചെയ്യുന്നതിൻ്റെ 2 days വിത്തിൻ ദ 2 years. ഓക്കെ, എ കൺസ്യൂമർ കംപ്ലൈൻറ്റ് മസ്റ്റ് ബി ഫീൽഡ് വിത്തിൻ 2 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഓൺ വിച്ച് ദ കോഴ്സ് ഓഫ് ആക്ഷൻ അറൈസസ് ആസ് പെർ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. ഇനി ടെമ്പററി ഇൻജക്ഷൻ എന്താണ്? ടെമ്പററി ഇൻജക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഷോർട്ട് ടേം ഓർഡറാണ് ഇഷ്യൂഡ് ബൈ എ കോർട്ട് ടു പ്രിവെൻറ്റ് വൺ പാർട്ടി ഫ്രം ഡൂയിങ് ആൻ ആക്ട് ദാറ്റ് കുഡ് ഹാം അതർ പാർട്ടി അൻറ്റിൽ ദ ഫൈനൽ ജഡ്ജ്മെൻറ്റ് ഇസ് ഗിവൺ. അല്ല, ഫൈനൽ ജഡ്ജ്മെൻറ്റ് കിട്ടുന്ന വരെ അതർ പാർട്ടീസൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടി ഷോർട്ട് ടേം ആയിട്ട് കൊടുക്കുന്ന ഒരു ഓർഡറാണ് നമ്മുടെ ടെമ്പററി ഇൻജക്ഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ഓൾറെഡി എപ്പോഴും ചോദിക്കും. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ആ മീനിങ് പോയിന്റ് വൈസ് മുഖേന പഠിച്ചു പോയെങ്കിലേ കിട്ടുകയുള്ളൂ. ഇനി 9ാമത്തെ ക്വസ്റ്റ്യനാണ്, ഡിഫൈൻ ഡിഫെക്റ്റ് ഇൻ ഗുഡ്സ് ആൻഡ് ഡെഫിഷ്യൻസി ഇൻ സർവീസസ്. ഈ രണ്ട് കോൺസെപ്റ്റും ഡിഫെക്റ്റ് ഇൻ ഗുഡ്സും ഡെഫിഷ്യൻസി ഇൻ സർവീസസുകളും കഴിഞ്ഞ കൊല്ലത്തെ എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചൊരു ഏരിയയാണ്. അപ്പോൾ ഡിഫെക്റ്റ് ഇൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഫോൾട്ട്, ഇംപെർഫെക്ഷന്, ക്വാളിറ്റിയിൽ വരുന്ന മിസ്റ്റേക്കുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഗുഡ്സിൻ്റെ ഡിഫെക്ട്സ് ആയിട്ട് പറയുന്നത്.
സർവീസസിലും ഈ സെയിം കാര്യം തന്നെയാണ്. ഇന്നാഡിക്വേറ്റ് ഇൻ ക്വാളിറ്റി, നേച്ചർ ഓഫ് പെർഫോമൻസ് ഓഫ് സർവീസസ് പ്രൊവൈഡഡ് ടു കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫോൾട്ടോ ഇംപെർഫെക്ഷൻസ് നമുക്ക് ആ ഒരു വാക്കിലുണ്ടല്ലേ, ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞ വാക്കിലുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഹു ക്യാൻ ഫയൽ എ കംപ്ലൈൻറ്റ് അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ ഇൻ ഇന്ത്യ? ആർക്കൊക്കെയാണ് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റുക? ആരൊക്കെയായിരുന്നു? കൺസ്യൂമർ അല്ലേ, അതേപോലെ തന്നെ കൺസ്യൂമർ അസോസിയേഷൻസ്, അത് ഏതൊക്കെയാണ് അസോസിയേഷൻസ് വരിക? NGOs, CPOs, CPS ഒക്കെയാണ് വരിക അവർക്ക്. then അതേപോലെ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്, പിന്നെ കൺസ്യൂമേഴ്സ് ഹാവ് സെയിം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്, പിന്നെ ലീഗൽ അതോറിറ്റീസാർക്കും ഒക്കെ ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ കേസുകൾ ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ സെക്ഷൻ 3 ഇത്രയൊക്കെ നേരം നമ്മൾ സെക്ഷൻ A ആണ് പറഞ്ഞത് 3 മാർക്കിൻ്റെ. ഇനി സെക്ഷൻ ബിയിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുകളാണ് വരിക. നോട്ട് ചെയ്യുക, ഈ സെക്ഷനിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുകളാണ് വരിക. അപ്പം നമുക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്ന് ഡീൽ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യന്, ഡിസ്ക്രൈബ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സുകളാണ് ചോദിക്കുന്നത്. ആദ്യത്തെ റൈറ്റ്സ് പറയുന്നത് റൈറ്റ് ടു സേഫ്റ്റി, ദെൻ സെക്കൻഡ് വൺ റൈറ്റ് ടു ഇൻഫോർമേഷൻ, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു ബി ഹിയർഡ്, റൈറ്റ് ടു റിട്രസൽ ആൻഡ് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ഈ 6 റൈറ്റ്സ് എഴുതണം. എക്സാമിന് ചോദിച്ചാൽ ആദ്യം കൺസ്യൂമർ പ്രൊട്ടക്ഷനും കൺസ്യൂമർ അവയർനെസ്സും എഴുതാം. ആ ഒരു എക്സ്പ്ലനേഷനും മീനിങ്ങിന് ശേഷം ഈ ഒരു 6 പോയിൻ്റ് എഴുതാം. അതിന് ശേഷം വേണം നിങ്ങൾ ഈ 6 പോയിന്റുകളും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. കേട്ടില്ല? എങ്കിൽ മാത്രമേ ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ കംപ്ലീറ്റ് ആവുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡസ് കൺസ്യൂമർ അവയർനെസ് ഇൻഫ്ലുവൻസ് മാർക്കറ്റ് എഫിഷ്യൻസി? മാർക്കറ്റ് എഫിഷ്യൻസിനെ എങ്ങനെയാണ് കൺസ്യൂമർ അവയർനെസ് എഫക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് ആയിട്ട് നിങ്ങൾ ഇത് ഹിൻറ്റ് പോയിന്റുകളാണ്, നിങ്ങൾ ബാക്കി നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ എഴുതി വെക്കണം. ഇത്രയും പോയിന്റുകൾ ഇതിൽ ഉണ്ടായിരിക്കണം. എൻകറേജ് ഫയർ കോമ്പറ്റീഷന്, റെഡ്യൂസ് എക്സ്പ്ലോയിറ്റേഷൻസ്, പിന്നെ എൻഷുർ ബിസിനസ് പ്രോപ്പർ പ്രാക്ടീസസ്, ക്വാളിറ്റി പ്രൊഡക്ട്സുകളായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ വേണ്ടത്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇല്ലസ്ട്രേറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് RTPC UTPS വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. RTPS UTPSൻ്റെ ഫുൾ ഫോം നിങ്ങൾ എന്തായാലും പഠിക്കണം. UTPS പറഞ്ഞാൽ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, RTPS റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ്. ആ 2 കോൺസെപ്റ്റും പ്രോപ്പറായിട്ട് മനസ്സിലാക്കി പോകണം. RTPS എന്ന് പറഞ്ഞാൽ പ്രാക്ടീസസ് ദാറ്റ് റെസ്ട്രിക്റ്റ് കോമ്പറ്റീഷൻ ഓർ ലിമിറ്റ് കൺസ്യൂമർ ചോയ്സസ്. എക്സാമ്പിൾ പറയുന്നത് ഹോർഡിംഗ് ഗുഡ്സ് ടു ക്രിയേറ്റ് ആർട്ടിഫിഷ്യൽ സ്കാർസിറ്റി. ഇനി UTP എന്ന് പറഞ്ഞാൽ ഫ്രോഡ്ലൻ്റ് ആയിരിക്കാം, അൺഎത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യാം. മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻ്റ് ഒക്കെയാണ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസിന് എക്സാമ്പിളായിട്ട് വരുന്നത്. അപ്പോൾ UTPയും RTPSയും മറക്കരുത്. ഇനി എക്സ്പ്ലെയിൻ ദ പ്രൊവിഷൻസ് ഫോർ അപ്പീൽ അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. എങ്ങനെയാണ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ പ്രൊവിഷൻസിൻ്റെ അപ്പീൽ? അപ്പോൾ ഡിസ്ട്രിക്ട് കമ്മീഷൻ ആണെങ്കിൽ ലൈസ് ടു സ്റ്റേറ്റ് കമ്മീഷൻ വിത്തിൻ 45 days ആയിരിക്കണം. ഇനി അപ്പീൽ സ്റ്റേറ്റ് കമ്മീഷന് പറയുന്നത് നാഷണൽ കമ്മീഷന് വിത്തിൻ 45 days. ഇനി നാഷണൽ കമ്മീഷൻ ആവുകയാണെങ്കിൽ സുപ്രീം കോടതിക്ക് വിത്തിൻ 30 days. ഇതാണ് മെയിനായിട്ട് അവരുടെ അപ്പീൽ പറയുന്നത് പ്രൊവിഷൻസ്. ഇനി ഈച്ച് ലെവൽ റിക്വയർസ് ഡെപ്പോസിറ്റ് 50% ഓഫ് എമൗണ്ട് ഓർഡർ ഓർ 25,000 വിച്ച് എവർ ഈസ് ലെസ്. ഈ ഒരു 14ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണാപ്പാഠം ഇതേപോലെ പഠിച്ചു വെക്കണം. ആ ഡേയ്സുകൾ കേട്ടില്ലേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി CCPC അതായത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിനെ കുറിച്ച് ചോദിക്കുന്നത്. അപ്പോൾ ഇതും 6 മാർക്കിൻ്റെയാണ്. ഇത് ജസ്റ്റ് ഹിൻറ്റ് പോയിന്റുകളാണ്. ഓരോ പോയിന്റ് നിങ്ങൾ സ്വന്തം ഭാഷയിലേക്ക് എഴുതണം, കറക്റ്റ് പ്രോപ്പർ മീനിങ്. അപ്പോൾ CCPCയുടെ മെയിനായിട്ട് വരുന്ന ലക്ഷ്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ്, അവർ അഡ്വൈസ് ചെയ്യുക, അവരെ എൻഷുർ ചെയ്യുക, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റുകൾ, മോണിറ്റർ ചെയ്യുക, വെൽഫെയർ പ്രോഗ്രാംസുകൾ, കൺസ്യൂമർ എഡ്യൂക്കേഷൻ നാഷണൽ വൈഡ് ആയിട്ട് എല്ലാവരിലേക്കും എത്തിക്കുക. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു 15 ക്വസ്റ്റ്യനുകളാണ് ഡീൽ ചെയ്തത്. നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് അവയർനെസ്സിൽ വരുന്ന 6 മാർക്ക് ക്വസ്റ്റ്യൻസും ആൻഡ് അതേപോലെ തന്നെ 3 മാർക്ക് ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കി വെക്കേണ്ടതാണ്. നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും